ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. മുതുകുളം പഞ്ചായത്ത് 5-ാം വാർഡ് മംഗലത്ത് തറയിൽ സൗമ്യ നിവാസിൽ ഗോപിനാഥൻ ആചാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഈസ്റ്റർ ദിനത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന സന്ദേശം പകർന്നു നൽകിയ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ ആരോരുമില്ലാത്ത ഒരു വൃദ്ധന് തണലേകാൻ മധുരത്തിന്റെ സന്തോഷവുമായി എത്തിയിരിക്കുകയായിരുന്നു ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഉച്ചയൂണ് കരുതലോടുകൂടി വിശപ്പുരഹിതരായ ഒരു സമൂഹത്തിന് നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യുന്ന സഹായങ്ങളെ ഒരു ഈശ്വര ആരാധനയാക്കി മാറ്റിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പൊതു സന്തോഷ അവസരങ്ങളെയെല്ലാം നന്നായി വിനിയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങൾ എൻ്റെ ആവശ്യത്തെക്കാൾ വലുതാണ് എന്ന മനോഭാവത്തിൽ പ്രവർത്തിച്ചു വരുന്നു. മുതുകുളത്ത് ഒരു സഹോദരൻ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളിൻ്റെ അത്യാവശ്യം കണ്ടുകൊണ്ട് ഈസ്റ്റർ ദിവസം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ സന്തോഷം ആ സഹോദരനും ലഭിക്കുവാൻ വേണ്ടി ഒരു പായസ വിഭവം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന തുക ആ സഹോദരനെ സഹായിക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഉദ്യമങ്ങളാണ് നമ്മളെയൊക്കെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാക്കി മാറ്റുന്നത്. പായസ ചലഞ്ചായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മുതുകുളം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മംഗലത്ത് തറയിൽ സൗമ്യ നിവാസിൽ ഗോപിനാഥനാചാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഈസ്റ്റർ ദിനത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഭാര്യ മരണമടഞ്ഞ് മക്കളില്ലാതെ ജീവിക്കുന്ന ഇദ്ദേഹം ജ്യേഷ്ഠ സഹോദരന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. വായിൽ ക്യാൻസർ ബാധിച്ചതുമൂലം ട്യൂബിലൂടെയാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നത്. കീബോർഡ്, ഓർഗൻ എന്നിവ മനോഹരമായി വായിക്കുന്ന മികച്ച കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് നാട്ടുകാരുടെ സഹായത്തോടെ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ മുതുകുളം വെട്ടത്തുമുക്കിന് സമീപം നടന്ന പായസ ചലഞ്ച് മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര മെത്രാപ്പോലിത്ത ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഗ്രാമപഞ്ചായത്ത് അംഗം സവിത വിനോദ്, ബിന്ദു സന്തോഷ്, ഉണ്ണികൃഷ്ണൻ, മഹിളാമണി, പുഷ്പലത, ക്രിസ്റ്റിന, ലീലാമ, രാജി മധു, മോഹനൻ, ജോമോൻ, രാധാകൃഷ്ണൻ, ജോസ്, ജോയി, രാജു, സുകുമാരൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ലോകം മുഴുവൻ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ദിനം ആചരിക്കുന്ന ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമാണ്. വർഷത്തിൽ ഒരു ദിവസം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ ദിവസവും 365 ദിവസവും ലോകം ഉള്ളിടത്തോളം കാലം യേശുവിൻ്റെ സ്നേഹം ആണ്, ദൈവസ്നേഹമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അങ്ങനെ ഒരു ദൈവസ്നേഹത്തിൽ ഇന്ന് വെട്ടത്തുമുക്കിന് സമീപമുള്ള ഗോപിനാഥൻ ആചാര്യ എന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തെ കണ്ടത്. കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഈസ്റ്ററിൻ്റെ അന്ന് 4 മണി മുതൽ 2-3 മണിക്കൂർ വെട്ടത്തുമുക്കിന് നടത്തിയ പായസം ചലഞ്ചിൽ 3,00,000 രൂപ കണ്ടെത്താൻ സാധിച്ചു. ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമേനിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 354ാമത് ചലഞ്ചാണ്. പഞ്ചായത്ത് മെമ്പറെ പൈസ ഏൽപ്പിക്കുകയും തുടർന്ന് നാളെ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ പ്രവർത്തകൻ രാജിച്ചാൽ ഈ പൈസ ഏൽപ്പിക്കുന്നു. മെമ്പറെ CD നെറ്റ് ന്യൂസ് ഹരിപ്പാട്.